അതിന്റെ താത്ത നിങ്ങളോട് പറയാണെന്നുണ്ടെങ്കിലേ ഈ നല്ലോ പഠിച്ചേ ഇപ്രാവശ്യത്തെ നീറ്റിനും ഇതിനൊക്കെ ചേർത്തണം കരുതുണ്ട്. ഓള് ചേർത്തിക്കണ? ആ അതിനെന്നാ ഇപ്രാവശ്യം തന്നെ കിട്ടിക്കണെങ്കിലേ നേരെ എന്തൊക്കെയാ വെച്ചാ വിടാലോ, അങ്ങനെ കരുതണൊക്കെ ഉണ്ട്. സ്കൂളിലൊക്കെ ആണെങ്കിലൊക്കെ ടീച്ചർമാർക്കൊക്കെ നല്ല കാര്യമാണോളെ. ട്യൂഷന് പോണ്ടോ? ഇവളോട് ട്യൂഷന് പോകാൻ പറഞ്ഞാ കേക്കന്നല്ല. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒന്നും ഇങ്ങാട് പഠിച്ചുട്ടോ, അത് പിന്നെ വേറെ കാര്യം. ഓള് വരുന്നുണ്ട്. ഞാൻ എന്നാ പിന്നെ വിളിച്ച. ഓക്കെ, ചോറും ഇതൊക്കെ കൊടുക്കട്ടെ. പൈച്ച വരികാരം, പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരികയല്ലേ. ആയിക്കോട്ടെ എന്നാ. എനിക്കെല്ലാം അറിയുള്ളൂ പഠിത്തത് എന്താണെന്നുള്ളത്. ഒരക്ഷരം പൊടച്ചുമില്ല, ബാക്കിയുള്ളവരെ മാനം കെടുത്താഞ്ഞിട്ട് വരുന്നോണ്ടില്ലേ. എന്നാ ഇങ്ങോട്ട് വിടക്കണ്. എങ്ങനെയുണ്ടേനും പരീക്ഷ? കൊഴപ്പല്ലേനി. കൊഴപ്പല്ലല്ലോ. ഇപ്രാവശ്യത്തത് അതേമാതിരിക്ക് തന്നെ അല്ലേ? എനിക്കത്തപ്പോ പഠിച്ചണം എന്നുള്ള ഒരു ചിന്തയില്ലേ? ചെത്തണ്ടങ്ങാണ്ട് ഇങ്ങനെ നടക്കുന്നത്. പൊതുവെ ഇപ്രാവശ്യം എക്സാം വന്നത് ടഫ് ആണെന്ന് എല്ലാരും പറയുന്നത്. ഇപ്പൊ എന്റെ അമ്മായിയാണ് വിളിച്ചിങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് നല്ലോണം പഠിച്ചിട്ടുണ്ട് അറിയോ? ഓളപ്പം ട്യൂഷനും കൂടി ഓള് പറഞ്ഞുങ്ങാണ്ടാണ് പോകുന്നത്. എനിക്കിപ്പോ അങ്ങനത്തെ ഒരു ചിന്തയില്ലല്ലോ. വലിയ ആരും അയക്കണെന്ന് പറഞ്ഞുങ്ങാണ്ട് നടക്കുകയാണ്. അതിന്റെ ഉപ്പേ അവിടെ ഗൾഫിൽ കിടന്നുകൊണ്ട് ഇങ്ങോട്ട് കായ് വെച്ചിരുന്നത് വെറുതെ ഒന്നല്ല. അതിന്റെ അന്തസ്സും കൂടി വെച്ച് കളയണത്. ഞാൻ എല്ലാരോടും പറഞ്ഞിക്കണ ഇജ്ജ് നല്ലോണം പഠിച്ചും കാട്ടും എന്നൊക്കെയാണ്. ഈ പരീക്ഷയിൽ എന്തെങ്കിലും ഒരു ഇത് വന്നാല് അന്ന് ഇജിന്റെ സ്വഭാവം മനസ്സിലാക്കും. നിങ്ങളെന്തിനാ എല്ലാരോടും ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത്? നിങ്ങൾക്ക് ഉള്ളത് പറഞ്ഞാ പോരെ. ഞാൻ ഏറ്റോ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെടുക്കാന്. ഒക്കെ പോലെ മോനം കെടുത്താന് വേറുള്ള അടിയിൽ ഓരോ മക്കളും നല്ലതിൽ പഠിച്ചു. പോക്ക് മാത്രം ഒത്തിനും വെച്ച നടക്കാൻ കെടുക്കും. ഉപ്പ് കുറവുണ്ട് എന്നാ തോന്നുന്നു. ആരാ ഇതെല്ലാം അടിച്ച്? ലിയാ, ലിയാ, ആരാ വന്നാ നോക്കിയാ? ഞാൻ നോക്ക. ആരാണ്? അല്ല, ആരാ അത്? ലിയമോളോ? എന്നെ മനസ്സിലായോ? റംലാത്ത. ഉമ്മ എവിടെ? ഉമ്മ ഉണ്ട്. ഉമ്മ അടുക്കളയിലാ. വരി. പണിയിലേക്കില്ലേ? ശരി, ഉള്ളു കയറി. ഞാൻ കയറ മോളെ. വരാ. ഉമ്മ, 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 റംലാത്ത വന്നിക്കണ്. റംലേ? പറയാതെ വന്നിക്കണ്. റാബിയ. അല്ലാ, ആരാണിത്? റംലേ? എത്ര ദിവസായെടി കണ്ടിട്ട്. വാ ഇരിക്ക്. കൊറേ ആയിക്കണ് നമ്മൾ കണ്ടിട്ട്. ഒരു ഒഴിവും കിട്ടൂല നീ വരണം വിചാരിച്ചുമ്പോ. ഞാൻ അതവിടെ മേലല്ലേ, എന്തോ ഒരു പേര്, തെക്കേല് പിന്നെ പാത്തൂന്നല്ല പറയല്. അത് എന്റെ നാത്തൂന്റെ കുടുംബാടി. അപ്പൊ ഓല് കല്യാണം വിളിച്ചിരുന്നു. അവിടെ കല്യാണം ഉണ്ടല്ലോ. അനക്കുണ്ടാ കല്യാണം? അത് നാളെല്ലേനോ? നാളെയാണേ. അതിന് എനിക്ക് നാളെ കൂടൂല വരാൻ. എനിക്ക് എന്റെ അവിടെ തന്നെ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇന്നൊന്ന് വന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ കരുതിങ്ങാണ്ടേ. അപ്പൊ ഇന്ന് തന്നെ പോയിങ്ങാണ്ടാണ് പോന്നിക്കാണ്. നാളെ വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരി. അപ്പോഴാണ് എന്റെ വീട് ഇവിടെയാണല്ലോ. അപ്പൊ ഞാൻ എന്റെ മാപ്പിളിനെ അറിഞ്ഞേ, ഞാൻ ഇപ്പൊ വരാം, എന്റെ ചങ്ങാഴ്ച ഉണ്ട് ഇവിടെ ഓടി പോകുന്നത്. ഇപ്പൊ ഇവിടെ ഈ വളവൊക്കെ എടുക്കോ പോയിക്കാണ്. അപ്പൊ ഇപ്പൊ വരും ചെയ്യും. അപ്പൊ ആൾക്കിന് ഒന്ന് കണ്ടും കാണ്ട് വേഗം പോരാറുണ്ട്. കൊറേ ആയില്ലേ നമ്മള് കണ്ടിട്ടു. അങ്ങനെ ഓടി പോന്നതാ. ഏതായാലും ചോറൊക്കെ വെച്ചിട്ട് പോകടി. അവിടെ ഇരിക്കേ. ചോറൊന്നും മാണ്ട. ഇജ്ജ് പൊയ്ക്കോ അവിടുന്ന്. ഇനിയിപ്പൊ ചോറ് ഒന്നും മാണ്ട. ഞാൻ ഇപ്പൊ പോകും. അല്ല, മാപ്പിളിനെ വിളിച്ചറിഞ്ഞാളോ. ഏതായാലും ഇവിടുന്ന് ചോറ് വെച്ച് അങ്ങോട്ട് പോരാൻ പറയും. കണക്കായി. ഇപ്പൊ വന്നെ തന്നെ. അവിടെ തിരക്കുടിച്ച പണിന്റെ അടിയിൽ പോന്നതാ അപ്പൊ. അല്ല, ലിയക്കിന്ന് സ്കൂളില്ലേ? ഓളിപ്പോ പരീക്ഷ കഴിഞ്ഞ് വന്നതാ. എന്റെ മോളും എന്റെ മോളൊക്കെ ഒപ്പമുള്ളാണല്ലോ. ഓക്കില്ലേ പരീക്ഷ? ഞാൻ അതന്നെയാണ് ഓടി പോയതാണ്. അവിടെ ഇപ്പൊ പൊന്നു വരുമ്പോഴേക്കിന് എനിക്ക് അവിടെ എത്തും വേണോ. ഓക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് ട്യൂഷനും ഉണ്ട്. അപ്പൊ അതിനും കൂടി പോകുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് എത്തുമ്പോഴേക്ക് എനിക്ക് അവിടെ എത്തും വേണം. അവിടെ ആരുമില്ലല്ലോ. ഞാൻ വീട് കൂട്ടി പോന്നിക്കല്ലേ.
ഏ ഏ ഇപ്പൊ പൊന്നൂനപ്പ എങ്ങനെ ചേർത്തും കാട്ടും ചെയ്ത്. മിന്നു ഇപ്പൊ പഠിത്തം കഴിഞ്ഞ അവിടെ എത്തിയില്ലേ? ഗൾഫിലാണ് ഇപ്പൊ മാപ്പിളിന്റെ ഒപ്പം. ഏ വലിയോള് നാട്ടിലില്ലല്ലേ? ഏ ആ അവിടെയാണേ. അപ്പൊ ഓളിപ്പോ അതൊക്കെ കഴിഞ്ഞ അവിടെ ഓള് ഇതേമാതിരിക്കന്നെ നീറ്റിന് അങ്ങനെ പോയി ഫസ്റ്റത്തെ ഇതിൽ കിട്ടി. അങ്ങനെ എന്തൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഇപ്പൊ അവിടെ പ്രാക്ടീസും ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇവളെ അതേമാതിരിക്കൊക്കെ കാട്ടണം എന്നൊക്കെ കരുതണുണ്ട്. ഇവളും അതേമാതിരിക്ക നല്ലോണം പഠിച്ചും 10ാം ക്ലാസ്സിലൊക്കെ ഫുള്ള് മാർക്കേനി. എന്നിട്ട് ഇപ്പ ഇതില് +1 ഇപ്പൊ സയൻസ് പഠിപ്പിച്ചങ്ങാണ്ട് അതില് കൊണ്ടങ്ങാണ്ട് ചേർത്തിക്കാണ്. അതിലാണെങ്കിലും നല്ലോണം പഠിച്ചോളെ ക്ലാസ്സിൽ തന്നെ ഓളാണ് ഏറ്റവും നല്ലോണം പഠിച്ചണ കുട്ടി. ഇനിയിപ്പ ഇതിലൊക്കെ ഓൽക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. ടീച്ചർമാർക്കൊക്കെ എപ്പോഴും പറയും. ലിയ ഞാൻ വന്നത് ഇടങ്ങേറായോ? ഓൾക്ക് ഇടങ്ങേറായിട്ടുണ്ടാവും പഠിച്ചണ ടൈം ആയിക്കാരോ. എനിക്കും ഏതായാലും പണി ഇതൊക്കെ ഇതായിട്ടുണ്ടാവും. ഞാൻ ഏതായാലും പോട്ടെ. എത്താണ് ഇപ്പൊ ഇതിനാണ് ഇങ്ങനെ വന്നിക്കണത്. കുറച്ചേരൊക്കെ നിന്നിട്ട് പോകാൻ വേണ്ടിട്ട് വരണ്ടേ? ഏതായാലും ചോറ് വെച്ചിട്ട് പോകടി. ഇല്ലടി ഞാൻ പിന്നെ വരുന്നുണ്ട്. മാപ്പിള ഇപ്പൊ അവിടെ എത്തും. ഞാൻ ഓടി പോന്നതാ. ആ റോഡിന്റെ അവിടെ ഇറങ്ങി കണ്ട ഞാൻ ഓടിക്കണം അങ്ങോട്ട്. ഞാൻ ഏതാണ്ട് പോയിക്കട്ടെ. വേഗം വരാറിന് പോന്നതാ. ഞാൻ പോയി വരട്ടെന്നാ. ഏതായാലും ഒഴിവോടുക്ക വരികണ്ടി. ഞാൻ മോളെ പോട്ടെട്ടാ. എന്നാ ശരി, ഞാൻ പിന്നെ വരുന്നുണ്ട്. നിങ്ങൾ പണിയൊക്കെ നടക്കട്ടെ. ഞാൻ പോയി വരട്ടോ. ശരി എന്നാ. പോയിരുന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞത് എപ്പോഴും തൊള്ളി നോക്കി നിക്കണണ്ടില്ലേ? നിനക്ക് പോയി പഠിച്ചൂടെ ഒന്ന് വേഗം പോയിട്ട്. ഞാൻ പഠിച്ചോണ്ട്. എല്ലാ കുട്ടികളും ഇങ്ങനെ ഈ കാര്യം നല്ലോണം പഠിച്ചും കാട്ടും ചേച്ചിയാണ്. ഇജാ 10ാം ക്ലാസ്സിലൊക്കെ എന്തോ ഒരു ഇതേനി. ഇപ്പൊ ഓക്ക് പഠിച്ചും വേണ്ട ഒരു തേങ്ങയും വേണ്ട. ഈ പ്രാവശ്യത്തിൽ എങ്ങനെ മാർക്ക് കുറയട്ടെ പറഞ്ഞു തരണുണ്ട്. ഞങ്ങളോട് പറഞ്ഞതല്ലമ്മ, എനിക്ക് ഈ സബ്ജക്ട് ഇഷ്ടല്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് കൊമേഴ്സ് എടുക്കണം എന്നേനു ആഗ്രഹം ഉണ്ടായിരുന്നത്. എനിക്ക് എന്നിട്ട് എന്താ സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യമൊക്കെ അങ്ങനത്തെ ഒരു ഇത് എന്റെ മനസ്സിലുണ്ട്. എനിക്ക് ഈ സയൻസ് ഇതൊന്നും എനിക്ക് പോണില്ല. ഓളൊരു ബിസിനസ്സായിട്ട് നിൽക്കണ്. ഇതിലൊക്കെ പഠിച്ചെങ്ങാണ്ട് നല്ല മാർക്ക് കിട്ടിയാല് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകാം. അതിനും വേണ്ടിയിട്ടപ്പോ എന്നോട് ഇത് പറയുന്നത്. ആ നീറ്റിന്റെ ക്ലാസ് ഇനി തുടങ്ങല്ലേ, അതിനും ഇതാക്കാണ്ട്. ഓള് എന്നിട്ട് വലിയ ഇതിൽ ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പോയി കണ്ട് ബാക്കിയുള്ള പഠിച്ചാൻ നോക്ക്. ഇത്രങ്ങാനും ഉണ്ടാവും പഠിച്ചാൻ. ഓക്കൊന്നും പഠിച്ചും വേണ്ട കാട്ടും വേണ്ട. എന്നിട്ട് മാർക്കില്ലാറിന് കണ്ട് ഇങ്ങോട്ട് വരിക. എനിക്ക് ഈ സബ്ജക്ട് പഠിക്കാൻ തന്നെ തോന്നണില്ല. ഓളൊരു ബിസിനസ്സായിട്ട് ഇങ്ങോട്ട് വന്നിക്കണ്. കുറെ ഉണ്ടാക്കുമ്പോള് മനസ്സിനെ മാനം കെടുത്താനായിട്ട്. എല്ലാവരും മക്കളും നല്ലതില് പഠിച്ചും കാട്ടും ചെയ്യും. ഇവള് മാത്രം അങ്ങനെ ഒരു സാധനം. എന്തൊരു കഷ്ടം. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ പഠിക്കാൻ ഉണ്ടാവുള്ളൂ. ഓൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുത്തു തന്നിട്ട് ഞാൻ എങ്ങനെയാ പഠിക്കുക? സയൻസ് കാണാൻ തന്നെ ഇഷ്ടമില്ല. എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയില്ലല്ലോ. ഞാൻ എത്ര അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ പൊടി തീരൂല. എവിടുന്ന് അത്രമാത്രം പൊടികൾ വരുന്നത് എന്നാ മനസ്സിലാകും. എന്നും തുടക്കണല്ലോ ഇപ്പം ഇവിടെ. ആരാണ്? ടീച്ചറാണല്ലോ. ഹലോ ടീച്ചറെ. ലിയന്റെ ഉമ്മല്ലേ? ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചതാണ് കേട്ടോ. എന്തേ? ഇവർക്ക് ആൻസർ ഷീറ്റ് കൊടുത്തിട്ട് ഒരാഴ്ചയായി. ഇത്രയായിട്ട് ലിയ മാത്രം ആൻസർ ഷീറ്റിൽ സൈൻ ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, ഇവിടെ പേപ്പർ ഒന്നും കൊടുന്ന് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അത് കിട്ടിയ വർത്താനം തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ലെന്നാ. കഴിഞ്ഞ എക്സാമിന്റെ മാർക്ക് പോലും ഇല്ല ഇപ്പൊ. തന്നെ ഇത് ഓരോ എക്സാം കഴിയുന്തോറും ബാക്ക് ആയിക്കൊണ്ടിരിക്കാണ്. ഇങ്ങനെ ആയാൽ ശരിയാവില്ല കേട്ടോ. ഞങ്ങളെ സ്കൂൾ എന്ന് പറഞ്ഞാൽ 100% വിജയമുള്ള സ്കൂൾ. ഇങ്ങനെ ആയാല് പ്രശ്നമാകും. മാനേജ്മെന്റിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് പ്രഷർ ഉള്ളതാണ്. നിങ്ങളപ്പോ പേപ്പർ കിട്ടിയോ കാട്ടിയോന്ന് അവളോട് ചോദിക്കലില്ലേ? എന്റെ ടീച്ചറെ, ഞാൻ അറിഞ്ഞിട്ട് തന്നെ അല്ല. എന്നാലിട്ടോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാൻ അറിയണ്ട്. ഓളേതായാലും വരട്ടെ, ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒക്കെ 10th അതിലൊക്കെ നല്ല മാർക്ക് ഉണ്ടല്ലോ. അപ്പൊ പഠിക്കണ കുട്ടിയല്ലായിരുന്നോ? ഇപ്പൊ എന്താ പറ്റിയത്? ഓളെല്ലോം പഠിച്ചണ കുട്ടിയേനും ടീച്ചറെ. 10ാം ക്ലാസ്സൊക്കെ മാർക്ക് നിങ്ങൾ കണ്ടതല്ലേ. നല്ലോണം പഠിച്ചു. ഇപ്പൊ എന്താ പറ്റിയത് അറിയില്ല. ഇപ്പൊ പഠിച്ചാന് പറഞ്ഞ ഇരിക്കലൊക്കെ ഉണ്ട്. എത്താണെന്ന് വെച്ചാ അറിയില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കുട്ടിനെ. ഞാൻ ഏതായാലും നോക്കട്ടെ. നെക്സ്റ്റ് വീക്കിലായിട്ട് ഇനി മീറ്റിംഗ് ഉണ്ടാവും. അത് ഞാൻ ഏതായാലും അറിയിക്കുന്നുണ്ട്. ആയിക്കോട്ടെ ടീച്ചറെ. ഓക്കെ എന്നാ. ശരി എന്നാ. റബ്ബേ, ആ പെണ്ണ് പറയും കൂടി ചെയ്തില്ലല്ലോ പേപ്പർ കിട്ടിയത്. ഏറ്റവും ബാക്ക് കാണുമല്ലോ. എന്താ ചെയ്യ?
ഞാൻ എങ്ങനെയാ അത് കാക്കാനോടൊക്കെ വിളിച്ച് പറയാ? എങ്ങനെയാ കുടുംബക്കാരൊക്കെ മുഖത്ത് നോക്കുക? മറ്റുള്ള കുട്ടികളൊക്കെ ഞാൻ ഈറ്റും മറ്റേത് എഴുതിങ്ങോണ്ട് കിട്ടും, ഇവള് മാത്രം ഉണ്ടാവും ഇങ്ങനെ മനസ്സിനെ പറയിപ്പിച്ചാനായിട്ട്. പത്തുനിന്നൊക്കെ എത്ര നല്ല മാർക്ക് കഴിഞ്ഞതാ, ഓളൊരു ഒയപ്പലോണ്ടാണല്ലത്. അത് വരട്ടനെ ശരിയാക്കി കൊടുക്കണ്ട്, മനസ്സിനെ നാണം കെടുത്താനായിട്ട്. അടിച്ചു തരാൻ ഒന്നിനും ഒരു ഇതില്ല. എന്തോ ഒരു വരട്ടൻ. ലിയാ, ചെന്നോടെ നിന്നാ. എന്താ അമ്മ? എനിക്ക് പരീക്ഷന്റെ പേപ്പർ കിട്ടിക്കണോ? പേപ്പറോ? കിട്ടിയില്ല. എന്നോട് നോണ പറയരുത് കേട്ടോ. എന്റെ ടീച്ചർ ഇപ്പൊ എനിക്ക് വിളിച്ചീനി, എന്റെ മഹിമകളൊക്കെ എന്നോട് പറഞ്ഞേ. ഏറ്റവും ബാക്കിലാണല്ലോ, എന്നിട്ട് ഓള് പേപ്പർ കാണിച്ചു തരാതെ മറച്ച് നടക്കാണ്. എന്നോട് ഞാൻ എന്താടി പറഞ്ഞത്? മാർക്കില്ലാതെ ഇങ്ങോട്ട് വന്നിക്കണോള്. മാർക്ക് കുറവായോണ്ട് നിങ്ങൾ ചീത്തറിയും വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാതെന്ന്. ഞാൻ നോണ അറിയാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. എന്റെ എല്ലാ അതും ഞാൻ മാറ്റിത്തരാം. എന്റെ അപ്പാക്ക് ഞാൻ വിളിച്ചട്ടെ. ബാക്കിയുള്ള ഓരോ കുടുംബത്തിലും നാട്ടിലും ഒക്കെ മാനം കെടുത്താനായിട്ട് എത്ര അന്തസ്സിലാടി ഞാൻ പറഞ്ഞത് എല്ലാരുടെ അടിയിലും. ജല്ല പഠിച്ചതാണ് അങ്ങനെയാണെന്ന്. അത് മുഴുവൻ പോകുമല്ലോ ഇപ്പൊ. ഞാൻ എത്ര വട്ടം പറയുന്നുണ്ട് മങ്ങളോടൊക്കെ, എനിക്ക് ഈ സബ്ജക്ട് ഇഷ്ടമില്ല, എനിക്ക് സയൻസ് ഇഷ്ടമില്ല. ഇഷ്ടമില്ലാത്ത ഞാൻ എങ്ങനെ പഠിക്കാം? ഞാൻ പറഞ്ഞിട്ടേക്ക് കൊമേഴ്സ് എടുത്തങ്ങാണ്ട് എന്തെങ്കിലും ബിസിനസ്സും കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടം. എന്റെ മനസ്സിന് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കൊറേ കാലമായിക്കണല്ലേ ഈ ബിസിനസ് വരുത്താൻ തുടങ്ങിയിട്ട്. അന്നൊരു നല്ലതിലാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്റെ എപ്പ അവിടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പൈസ ഇങ്ങോട്ട് അയച്ചു തന്നുകൊണ്ട് അന്നതിന് സയൻസിനൊക്കെ കൊണ്ടുപോയി ചേർത്തത്. അപ്പൊ ഓൾക്ക് വലിയ കൊഞ്ചല്. ആ അമ്മായിന്റെ മക്കളും മറ്റോരും ഒക്കെ എന്റെ ഒപ്പം ഉള്ളവരാ. ഓരൊക്കെ അതാ നീറ്റിനും മറ്റീനും പോയി കണ്ട് ഇപ്രാവശ്യത്തെ ഓൾക്ക് കിട്ടും ചോദിച്ചു. ഇജ്ജ് മാത്രം ഇങ്ങനെ ബാക്കിയുള്ള പോലെ മോനം കെടുത്താനായിട്ട് പിരാന്ത് വരുന്നുണ്ട്. എന്റെ ഉപ്പാക്ക് ഞാൻ വിളിച്ചട്ടെ. ഉപ്പാനോടൊന്നും പറയല്ലേ, എനിക്ക് പേടിയാണ്, പറയല്ലേ. ഇത് ഇങ്ങനെ വെറുതെ വിട്ടാ ശരിയാകൂല. ഇജ്ജ് നിർത്തിക്കോ, എന്റെ പഠിത്തവും കാര്യമൊക്കെ ഇജ്ജ് നിർത്തിക്കോ. എന്റെ ഒപ്പം ഇങ്ങോട്ട് വരട്ടെ. ഞാൻ വിളിച്ച് പറയണ്ടടി. ഇജ്ജ് പഠിച്ചും വേണ്ട ഒക്കെ ഇജ്ജ് ഇവിടെ നിർത്തിക്കോ. അവനെ കെട്ടിച്ചയക്കാം, അതാ നല്ലത്. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. എനിക്ക് ഞാൻ പഠിക്കാൻ വിചാരിച്ചോ നിങ്ങൾ പഠിക്കാൻ സമ്മതിക്ക്, ഇഷ്ടമുള്ളത് നിങ്ങൾ പഠിക്കാൻ സമ്മതിക്ക്. ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട. ഞാൻ എങ്ങനെയാണ് എല്ലാവരുടെ ഇടയിലും ഒന്ന് തല ഉയർത്തി പോവുക? എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങാൻ പറ്റും? ഇനി മകളെ കാര്യം പറഞ്ഞു ഇനി ആർക്കും എന്നോട് പറയാണ്ടാകൂല. ഇടങ്ങേറാക്കാനായിട്ടൊരു പെണ്ണ് ആർക്കും ഉണ്ടാവില്ല. എങ്ങനെ മറ്റൊരു കുട്ടികളെ എന്തില്ല പഠിച്ചതും കാട്ടുന്നതും ഓലെ കണ്ട് പഠിച്ച ടീച്ചറൊക്കെ. എന്താ ടീച്ചർ പറഞ്ഞപ്പോ എനിക്ക് തൊലി ഇങ്ങോട്ട് ഉരിഞ്ഞുപോയി. ബാക്കിയുള്ളപോലെ മൊത്തം മോനം കെടുത്താനായിട്ട് ഉള്ള അന്തസ്സും കൂടിയും പോക്കാനായിട്ട്. ഞാനൊന്ന് പറയട്ടെ, കേക്ക്. ഇക്കൊല്ലത്തിന് മനസ്സിനെ ഇടങ്ങേറാക്കുന്നതിനല്ല എനിക്ക് പോയി ഒന്ന് ചത്തൂടെ? ഇടങ്ങേറത്. എങ്ങനെയാ ഞാൻ ബാക്കിയുള്ളവരെ മൊത്ത് നോക്ക്? ഇപ്പൊ കല്യാണമൊന്നും വേണ്ട, കൊമേഴ്സ് ഒന്നും എടുത്ത് പഠിച്ചാൽ സമ്മതിച്ചാ മതിയേ. ഇവക്കും മറ്റവർക്കൊക്കെ സയൻസ് എടുക്കാനും ഇഷ്ടം, അങ്ങനെ പോലെ അതെടുത്തത്. എനിക്കത് ഇഷ്ടമില്ലാന്ന് എന്താ പോലെ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത. ആരോടാ പറയാ? ആരുമില്ലെന്നെ മനസ്സിലാക്കാൻ. ഇപ്പാനോടുമ്മ വിളിച്ചെന്നാല് എല്ലാരും വലിയ പ്രശ്നവും പറഞ്ഞിട്ടില്ല. എന്നെ കെട്ടിച്ചയക്കാണ്, പിന്നെ എന്നെങ്ങനെ എടുങ്ങാറാക്കണ്. കഴിയണ സബ്ജക്റ്റ് എന്നെ എടുക്കാൻ സമ്മതിച്ചൂടെ? കൊമേഴ്സ് എടുത്തപ്പോൾ ഫുള്ള് മാർക്കും ഞാൻ വാങ്ങി കാണിച്ചു കൊടുക്കുകയും ഉള്ളോണ്ടല്ലേ പല അന്തസ്സും ഇതൊക്കെ പോണത്. എന്നോടൊന്നും പറഞ്ഞു കേട്ടില്ല. പോയി തരാമായിരിക്കുള്ള വർത്താനം. ഞാൻ എന്താ ചെയ്തിട്ട് എന്നോട് ഇങ്ങനൊക്കെ കാട്ടണ? ഞാൻ എങ്ങനെയാ അത് പഠിക്കുക? ഞാൻ എന്തായാലല്ല പ്രശ്നം. ഞാൻ പോയി കൊടുത്ത അഭിമാനം ഒക്കെ അവൾക്ക് ദൂഷിച്ചു.
സാരല്ല, ഞാൻ പോയി കൊടുക്കാം. എന്നെ കൊണ്ട് ഞാൻ ആർക്കും ഇടങ്ങാറ് വേണ്ട. ഞാൻ പോയി കൊടുക്കാം. അവരൊക്കെ സന്തോഷമായി ജീവിച്ചോട്ടെ. എന്നെ കൊണ്ട് ആർക്കും ഇടങ്ങാറ് വേണ്ട. ഞാൻ പോവാ. ഞാൻ പോയി തരമ്മ. നിങ്ങൾക്ക് ആർക്കും എന്നെ കൊണ്ട് ഒരു ഇടങ്ങാറും ഉണ്ടാവൂല. എന്തിനാ എന്നെ ഞാൻ കാരണം കഷ്ടപ്പെടണോല് ആർക്കൊരു ബുദ്ധിമുട്ടാവണ്ട. ഹലോ സക്കീന, തങ്ങൾ വിളിച്ചപ്പോ അടുക്കളയില് പണിയില്ലേനി, അതാ പിന്നെ. അല്ല ലിയ മോളുണ്ടോ അവിടെ? ഓൾ ഇത്ര നേരം ഇവിടെ ഉണ്ടേനി. ഇനി എവിടുക്കാ, അടുത്ത വീട്ടിലേക്ക് എവിടുക്കോ പോയാ അതും അറിയില്ല. ഞാൻ അടുക്കളയിൽ പണിയില്ലേനി. എടിജി വിഷമിക്കല്ലേ, ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ. എന്തേ? എടി ഞാൻ നേരത്തെ കുഞ്ഞോളെ കാണിച്ചാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിനി. അപ്പം അവിടെ ആകെ ഒച്ചയും വിളിയും ഇതൊക്കെ. അതിൽ ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ നമ്മളെ നാട്ടിലുള്ളൊരു പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. പോയി ചാടിയതാണോലോ, ആൾക്കാർ കണ്ടു പറഞ്ഞു. അതിൽ എല്ലാവരും പാടെ എടുത്തോടുന്നും കണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊടുന്നതാണ്. അതിൽ ഞാൻ നമ്മളെ നാട്ടിലത്താണെങ്കിൽ നമുക്ക് അറിയാക്കൂലല്ലോ വിചാരിച്ചും കണ്ട് നോക്കിയതാ. അതിൽ നമ്മളെ ലിയമോളാണ് ഡി. അതാ ഞാനോ ലിയമോൾ അവിടെ ഉണ്ടോ ചോദിച്ചത്. എന്തൊക്കെയാ സക്കീന തങ്ങൾ പറയണ്ടേ? എന്റെ മോളാകൂല. ഞാൻ ഇപ്പം സിറ്റി ഹോസ്പിറ്റലിലുള്ളത്. ഇവിടെ എല്ലാവരും കൂടി കുട്ടീനെ തിരിയാതെ ഇങ്ങനെ നിൽക്കേനി ധാരയിലിട്ട്. അതിലാണ് ഞാൻ ചെല്ലണത്. മോള് പോയടി, മോള് പോയി. എന്നോട് എങ്ങനെ പറയണ്ടേ അറിയില്ല. ഞാൻ വരുന്നുണ്ടടി. എന്റെ കുട്ടി മാർക്ക് പറഞ്ഞതിന് ഞാൻ ചീത്ത പറഞ്ഞില്ല, ഒന്നും പറയുന്നില്ലേ മോളെ. എന്റെ കുട്ടി എങ്ങനെ ചെയ്യാം? ഏത് ഹോസ്പിറ്റലിലാണെന്നാ പറഞ്ഞ? സിറ്റി ഹോസ്പിറ്റലിലോ? ഞാൻ പോട്ടെ. എന്റെ കുട്ടി